ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അന്ന് നമുക്ക് നമ്മുടെ 47ാമത്തെ പാർട്ടിലേക്ക് പോയാലോ? കമൻ്റ് ഇടാൻ മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് പോകാം. ബയോ. രേവതിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശിവ നേരെ പോയത് തൻ്റെ ഓഫീസിലേക്കാണ്. ഇന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് ക്ലയൻസുമായി ഒരു ഡിന്നർ പ്ലാൻ ചെയ്തിരുന്നത് കൊണ്ട് 8 മണിക്കാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയത്. സാറിനൊരു വിസിറ്റർ ഉണ്ട്. ഉച്ച മുതൽ വെയിറ്റ് ചെയ്യുന്നതാണ്. സാർ മീറ്റിങ്ങിനായതിനാലാണ് ഞാൻ പറയാതിരുന്നേ, ശിവയുടെ ആയ മാധവ് പറഞ്ഞു. ഓക്കെ, അത് പറഞ്ഞ് ശിവ ക്ലയൻസിനൊപ്പം താഴേക്ക് നടന്നു. റിസപ്ഷനിൽ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കണ്ണനെ കണ്ടപ്പോൾ ശിവ ഒരു സംശയത്തോടെ അവന്റെ അരികിലേക്ക് നടന്നു. ആർദ്രവ എന്താ ഇവിടെ? എനിത്തിങ് ഒഫീഷ്യൽ? ശിവ അവന്റെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അല്ല, ഒരു പേഴ്സണൽ കാര്യം പറയാനാണ് വന്നത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പാർവണ നേരെ ഉറങ്ങാൻ കിടന്നു. അപ്പോഴാണ് ശിവയുടെ കാര്യം അവൾക്ക് ഓർമ്മ വന്നത്. കണ്ണൻ ശിവയെ പോയി കണ്ടോ എന്തോ? എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. പാർവണ കണ്ണനെ വിളിക്കാനായി ഫോൺ റൂമിൽ മുഴുവൻ തിരഞ്ഞെങ്കിലും അവിടെ ഒന്നും കാണാനില്ല. അമ്മ, എന്റെ ഫോൺ എവിടെയെങ്കിലും കണ്ടോ? അവൾ ബഹളം വെച്ച് വീട് മുഴുവൻ നോക്കാൻ തുടങ്ങി. ആരുവിന്റെ ഫോണിൽ നിന്നും തന്റെ ഫോണിലേക്ക് വിളിപ്പിച്ചുവെങ്കിലും സ്വിച്ച് ഓഫ് ആണെന്നാണ് പറഞ്ഞത്. ഏത് സമയം ഫോണിൽ കളിച്ചോണ്ടിരിക്കാതെ പോയി കിടന്ന് ഉറങ്ങു തുമ്പി. ഫോൺ നാളെ നോക്കാം, അച്ഛൻ ഗൗരവത്തോടെ പറഞ്ഞു. പാർവണ പിന്നെ ഒന്നും മിണ്ടാതെ പോയി കിടന്നുറങ്ങി. ദേവ ഹാളിൽ ഇരിക്കുമ്പോഴാണ് ശിവ അങ്ങോട്ടേക്ക് കയറി വന്നത്. വന്നപ്പോൾ തന്നെ വല്ലാത്തൊരു ദേഷ്യം ശിവയുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന പോലെ ദേവയ്ക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ സംസാരിക്കാനും പോയില്ല. ശിവ നേരെ തൻ്റെ മുറിയിലേക്കാണ് പോയത്. മുകളിൽ നിന്നും എന്തോ ശാന്തമായി താഴെ ചിന്നിച്ചിതറുന്ന ശബ്ദം കേട്ടാണ് ദേവ മുകളിലേക്ക് ഓടിച്ചെന്നത്. ശിവയുടെ മുറിയിലെത്തിയ ദേവ കാണുന്നത് റൂമിൽ ചിന്നിച്ചിതറി കിടക്കുന്ന സാധനങ്ങളും കുപ്പിച്ചില്ലുകളുമായിരുന്നു. ശിവയാണെങ്കിൽ ബെഡിലിരുന്ന് തൻ്റെ മുടിയിൽ കോർത്തു വലിക്കുന്നുണ്ട്. ശിവ, എന്താടാ പറ്റിയേ? ദേവ ടെൻഷനോടെ അവൻ്റെ അരികിൽ വന്നിരുന്നു. എന്നാൽ ശിവ തന്നെ ദേഷ്യം നിയന്ത്രിക്കുന്നതിന് വേണ്ടി കണ്ണടച്ച് ബെഡിൽ ഇരിക്കുകയായിരുന്നു. ദേവ ഒന്നും മിണ്ടാതെ കുറച്ചു നേരം അവൻ്റെ അരികിൽ തന്നെ ഇരുന്നു. ശേഷം കബോർഡിൽ നിന്ന് ഒരു ടവലെടുത്ത് അവന് കൊടുത്തു. പോയി ഫ്രഷ് ആയിട്ട് വാ, അപ്പോൾ കുറച്ച് ഓക്കെ ആവും. അത് കേട്ട ശിവ ടവലുമായി നേരെ ബാത്റൂമിലേക്ക് പോയി. അതേസമയം ദേവ സെർവൻറ്റിനെ വിളിച്ച് റൂം മൊത്തം ക്ലീൻ ചെയ്തിരുന്നു. ശിവ കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്ക് റൂം വൃത്തിയായിട്ടുണ്ടായിരുന്നു. ദേവയാണെങ്കിൽ എന്തോ ആലോചിച്ച് ബാൽക്കണിയിൽ നിൽക്കുന്നുണ്ട്. ശിവ തൻ്റെ കയ്യിലുള്ള ടവല് സ്റ്റാൻഡിൽ വിരിച്ചിട്ട് ഡ്രസ്സ് മാറി ദേവയുടെ അരികിലേക്ക് വന്നു. രണ്ടുപേരും കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടാതെ അകലേക്ക് നോക്കി നിന്നു. പുറത്ത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. എന്താ ശിവ പ്രശ്നം? ദേവ സൗമ്യമായി അവനോട് ചോദിച്ചു. നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് എനിക്ക് വേണ്ടി പാർവണയെ കല്യാണം ആലോചിച്ചേ? അത്ര നേരം ശാന്തമായി നിന്നിരുന്ന ശിവയുടെ മുഖം ആ നേരത്ത് ദേഷ്യത്താൽ ചുവന്നിരുന്നു. അത് നീ എങ്ങനെ അറിഞ്ഞു? ദേവ അത്ഭുതത്തോടെ ചോദിച്ചു. ആദ്യം ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം പറയേ. എന്നോട് ചോദിക്കാതെ നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന്. ശിവ, അമ്മയ്ക്ക് അവിടെ ഒരുപാട് ഇഷ്ടമായി. നിനക്ക് എന്തുകൊണ്ടും പാർവണ നന്നായി ചെയ്തെന്ന് എനിക്കും തോന്നി. അതാ നിന്റെ സമ്മതം ചോദിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അവളുടെ വീട്ടിൽ അന്വേഷിച്ചത്. എന്നിട്ട് ഇപ്പം എന്തായി? എന്നോട് ചോദിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് അവളോടെങ്കിലും ഒരു വാക്ക് ചോദിക്കായിരുന്നില്ലേ? ഇപ്പൊ ഞാൻ ആരായി? ശിവ ദേഷ്യത്തോടെ പറഞ്ഞ് ബാൽക്കണിയിലെ ടേബിളിന്റെ മുകളിലിരിക്കുന്ന ഫ്ലവർ വേഴ്സ് താഴേക്ക് എറിഞ്ഞുടച്ചു. നീ ഇങ്ങനെ ദേഷ്യപ്പെടാൻ എന്താണ്ടായേ? അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അവളുടെ നോട്ടത്തിലും നിന്നോടുള്ള സാമീപ്യത്തിൽ നിന്നും എനിക്കത് മനസ്സിലായിട്ടുണ്ട്. ദേവ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ അത് നിന്റെ തോന്നൽ മാത്രമാണ്. നിനക്കറിയോ, അവളുടെ മറ്റവനില്ലേ, അവൻ ഇന്ന് എന്നെ കാണാൻ ഓഫീസിൽ വന്നിരുന്നു. മറ്റവന്? നീ ആരുടെ കാര്യം പറയണേ? ദേവ മനസ്സിലാവാതെ ചോദിച്ചു. മറ്റാരാ? ആ ആർദ്രവ് തന്നെ. ഓഫീസിൽ എൻ്റെ ക്ലയൻസിന്റെ മുന്നിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തു. അതും അവളുടെ പേര് പറഞ്ഞിട്ട്.
നീ കാര്യങ്ങളൊന്ന് വ്യക്തമായിട്ട് പറ ശിവ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കറിയോ, അവനും അവളും തമ്മില് പ്രേമത്തിലാണത്രേ. അവളുടെ എൻഗേജ്മെന്റ് ആവാറായിന്ന്. അതിനിടയിൽ ഞാനൊരു ശല്യമായിട്ട് അവരുടെ ഇടയിൽ കയറി വരരുതെന്ന്. അവൾ ഒരിക്കലും എന്നെ കുറിച്ച് ഇങ്ങനെയൊന്നും കരുതിയിട്ടില്ല എന്നും അവനോട് പറഞ്ഞിരുന്നു അത്രേ. അത് മാത്രല്ല, അവൾക്ക് എന്നോട് വെറുപ്പാന്ന്. പിന്നെ എന്തിന്റെ പേരിലാണ് അവളോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ അവളുടെ വീട്ടിലേക്ക് വിളിച്ചതെന്ന്. അങ്ങനെ അവൻ ഓരോന്നും പറഞ്ഞ് എൻ്റെ ക്ലയൻസിന്റെ മുന്നിൽ വെച്ചാണ് എന്നെ ഇൻസൾട്ട് ചെയ്തത്. അതെനിക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു. അത് ഞാൻ അറിയുകൂടെ ചെയ്യാത്ത വിഷയത്തിന്റെ പേരില്. നിങ്ങളോട് ആരാണ് പറഞ്ഞ എന്നോട് ചോദിക്കാതെ ഇങ്ങനെയൊക്കെ നടത്താൻ? ഞാൻ നിങ്ങൾക്ക് അത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പൊ പറയാം. ഈ സമയം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാം. ശിവ തന്റെ ദേഷ്യം ബാൽക്കണിയിലെ റീലിൽ അടിച്ചുകൊണ്ട് തീർത്തു. ശിവ, നിന്റെ ദേഷ്യം ഒന്ന് ആദ്യം കുറയ്ക്ക്. ദേവ അവനെ റൂമിലേക്ക് പിടിച്ചുകൊണ്ട് പോയി. പാർവണി ഇങ്ങനെയൊക്കെ പറയുന്ന എനിക്ക് തോന്നുന്നില്ല ശിവ. എന്താ ഇവിടെ ഒരു കുഴപ്പം പോലെ. കാര്യം അറിയാതെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല. നീ ഇപ്പോഴും അവളുടെ ഭാഗത്താണോ ദേവ നിൽക്കണേ? ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസല്ലേ? ഞാൻ കള്ളം പറയാന്നാണോ? ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല ശിവ. നിന്റെയും പാർവണയുടെ ഇടയിൽ വേറെ എന്തൊക്കെയോ കളി നടക്കണ പോലെ. എന്തായാലും നീ അതെല്ലാം മറന്നേക്ക്. ഇപ്പൊ തൽക്കാലം സുഖമായിട്ടൊന്ന് കടന്നുറങ്ങുക. അപ്പൊ തന്നെ തീരും പകുതി പ്രശ്നം. മറക്കാനോ ഞാനോ? ഒരിക്കലും ഇല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ എവിടെ ഇൻസൾട്ടഡ് ആയിട്ടില്ല. അതും ഞാൻ അറിയാത്ത കാര്യത്തിന്. ഇതിനൊരിക്കലും ഞാൻ അവൾക്ക് മാപ്പ് കൊടുക്കില്ല. ശിവയാണ് പറയണേ. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ദേവ എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. ശേഷം ഫോൺ എടുത്ത് പാർവണയെ വിളിച്ചുവെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. രാവിലെ അച്ഛൻ വന്ന് വിളിച്ചപ്പോഴാണ് പാർവണ കണ്ണു തുറക്കുന്നത്. തുമ്പിമോളെ, എണീക്ക്, എന്തുറക്കത്? അച്ഛൻ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. കുറച്ച് നേരം കൂടെ അച്ഛാ. ഓഫീസിലുള്ള ദിവസങ്ങളിൽ നേരത്തെ എണീക്കണം. എങ്ങനെ എപ്പോഴെങ്കിലും മാത്രമല്ല ഉറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ചു പോകണം. ഉച്ചവരെയാണ് ലീവുള്ളൂ. അതേക്കുറിച്ച് പറയാനാണ് അച്ഛൻ ഇപ്പം മോളുടെ അടുത്തേക്ക് വന്നേ. ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാൽ മോള് സാധിച്ചു തരുമോ? അച്ഛൻ ചെറിയ മടിയോടെയാണോ ചോദിച്ചത്. എന്താ അച്ഛാ, എന്താ കാര്യം? അത് പറഞ്ഞ അവൾ ബെഡിൽ നിന്ന് എണീറ്റിരുന്നു. മോളിനി കുറച്ച് ദിവസം ഓഫീസിലേക്ക് പോവണ്ട, ലീവ് എടുക്ക്. അതെന്താ അച്ഛാ, ഇപ്പൊ തന്നെ ഒരുപാട് ലീവായി. ഇനി ലീവ് എടുക്കാൻ പറ്റില്ല. അത് മാത്രല്ല, ലീവ് എടുക്കാൻ മാത്രം എന്താ കാര്യം? അവൾ സംശയത്തോടെ ചോദിച്ചു. ഈ വരുന്ന ഞായറാഴ്ച ഞങ്ങൾ മോളുടെ എൻഗേജ്മെന്റ് തീരുമാനിച്ചു. അച്ഛൻ പറയുന്നത് കേട്ട് വിശ്വസിക്കാനാവാതിരിക്കായിരുന്നു പാർവണ. എന്താ അച്ഛൻ പറഞ്ഞ്? എനിക്ക് മനസ്സിലാവുന്നില്ല. അടുത്ത ആഴ്ച മോളുടെയും കണ്ണന്റെയും വിവാഹ നിശ്ചയാന്ന്. അച്ഛൻ ഇത് എന്തൊക്കെയാ പറയണേ? എന്റെ സമ്മതം ചോദിക്കാതെ ഇതൊക്കെ എന്തിനാ തീരുമാനിക്കണം നിങ്ങള്? ഞങ്ങളുടെ ആഗ്രഹം മോൾ ഒരിക്കലും എതിർക്കില്ല എന്നും അച്ഛൻ്റെ അമ്മയുടെ വിശ്വാസം. ഞങ്ങളെ ധിക്കരിക്കാനാണ് മോളുടെ ഭാവമെങ്കിൽ പിന്നെ അച്ഛൻ ജീവിച്ചിരിക്കില്ല. അത് പറഞ്ഞ അച്ഛൻ എഴുന്നേറ്റ് മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നിന്നു. അച്ഛാ, അവൾ അച്ഛനെ പിന്നിൽ നിന്ന് വിളിച്ചു. കണ്ണന് സമ്മതാണ് ഈ കല്യാണത്തിന്? അതെ, അവൻ തന്നെയാണ് എല്ലാ ഒരുക്കങ്ങളും നടത്തിയതും. അതിനുള്ളിൽ തീയതി പോലും നിശ്ചയിച്ചത് അവൻ തന്നെയാ. അത് പറഞ്ഞ അച്ഛൻ പുറത്തേക്ക് പോയി. അപ്പൊ കണ്ണനെ പറ്റിച്ചതാണോ? അവൻ ശിവയോടെല്ലാം സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തെങ്ങനെയൊക്കെ? കാരണം വിശ്വാസം വരാതെ കുറച്ചു നേരത്തേക്ക് അങ്ങനെ ഇരുന്ന് കരയാൻ തുടങ്ങി. പിന്നീട് മനസ്സിലെന്താ തീരുമാനിച്ചു ഉറപ്പിച്ച പോലെ അവിടെ നിന്ന് എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങി. അമ്മേ, അമ്മേ, അച്ഛനെവിടെ? അവൾ അത് പറയുമ്പോൾ ശബ്ദം ഇടറാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. അച്ഛൻ പാടത്തേക്ക് പോയല്ലോ, എന്താ കാര്യം? അമ്മ അറിഞ്ഞുകൊണ്ടാണോ ഞാനും കണ്ണനും തമ്മിലുള്ള എൻഗേജ്മെന്റ് ഉറപ്പിച്ചേ? അതെന്താ ഇത്ര അറിയാനുള്ളേ? ഞങ്ങളിത് കുറച്ചു കാലം മുമ്പ് തന്നെ തീരുമാനിച്ചായിരുന്നു. ഇനിയിപ്പോഴാണ് എല്ലാ കാര്യങ്ങളും ഒത്തു വന്നേ. അമ്മ എന്തൊക്കെയാ പറയണേ? നിങ്ങൾ എന്റെ സമ്മതം പോലും ചോദിക്കാതെ എനിക്ക് എന്തിനാ ഈ കാര്യത്തിൽ ഒരു അവകാശവും ഇല്ലേ? വെറുതെ കളിക്കാതെ പോയി കുളിക്കാൻ നോക്ക് പെണ്ണേ. എന്നിട്ട് വേണം ഡ്രസ്സ് എടുക്കാൻ പോവാൻ.
കണ്ണനും അമ്മയൊക്കെ ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ വരും. പിന്നെ ഈ കൊലത്തിൽ കണ്ട പിന്നെയും പറയേണ്ട ആവശ്യമില്ലല്ലോ. അമ്മ അത് പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു. പാറോണ ദേഷ്യത്തോടെ അകത്തേക്ക് നടന്ന് മുറി മുഴുവൻ തന്റെ ഫോൺ എടുത്തു നോക്കി. പക്ഷെ എവിടെയും കാണാനില്ല. താൻ അറിയാതെ തനിക്ക് ചുറ്റും എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. ദേഷ്യത്തോടെ പാറോണ മുറിയിലുള്ള എല്ലാ സാധനങ്ങളും വലിച്ചു വാരിയിട്ടു. എന്നിട്ടും ഫോൺ മാത്രം കിട്ടിയില്ല. അവസാനം അവൾ ആരുവിന്റെ ഫോണിൽ നിന്നും കണ്ണനെ വിളിച്ചു. ആദ്യത്തെ റിങ്ങിൽ തന്നെ അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഇവിടെ എന്തൊക്കെയാ നടക്കണേ കണ്ണ? നീ എന്നെ ചതിക്കായിരുന്നല്ലേ? എന്നെ എന്തൊക്കെ പറഞ്ഞാണ് നീ പറ്റിച്ചേ? കോൾ എടുത്തും പാറോണ ചോദിച്ചു. ഞാനെന്ത് പറഞ്ഞു എന്നാ നിന്നെ പറ്റിച്ചത്? കണ്ണനും തിരിച്ചു ഗൗരവത്തിൽ തന്നെ ചോദിച്ചു. നീ പറ്റിച്ചില്ല എന്നെ. നീ ഇന്നലെ എന്തൊക്കെയാ പറഞ്ഞേ? ശിവയെ നേരി കാണാനും എന്റെ ഇഷ്ടം നീ തന്നെ അവനോട് പറയാനെന്നൊക്കെയല്ലേ നീ തന്നെ പറഞ്ഞേ? എന്നിട്ട് എന്നാ ഞാൻ കേൾക്കുന്നത്? ഞാനും നീയും തമ്മിലുള്ള നിശ്ചയാണ് അടുത്ത ആഴ്ചന്ന്. ഞാൻ ശിവയെ പോയി കണ്ടിരുന്നു. നിന്റെ ഇഷ്ടത്തെ കുറിച്ച് അവനോട് പറയുകയും ചെയ്തു. പക്ഷെ അവൻ പറഞ്ഞ മറുപടി നിനക്ക് താങ്ങാവുന്നതിലപ്പുറമാണ് തുമ്പി. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കണ്ണ. കാര്യങ്ങൾ കുറച്ചുകൂടെ തെളിയിച്ചു പറയേ. പാറോണം മനസ്സിലാവാതെ പറഞ്ഞു. ഇനി എന്താണ് തെളിയിച്ചു പറയാനുള്ളത്? അവന് നിന്നെ വേണ്ട, നിന്നോട് വെറുപ്പാണ് പോലും. അവന്റെ വിലക്കും നിലയ്ക്കും പണത്തിനും വെച്ച് നോക്കുമ്പോ നിനക്ക് എന്ത് യോഗ്യതയാണ് അവനെ സ്നേഹിക്കാനുള്ളതെന്ന്? അവന്റെ പണം കണ്ടിട്ടാണ് നീ അവനെ സ്നേഹിച്ചതെന്ന്. നിന്നോട് വെറുപ്പ് മാത്രമേ കണ്ട നാം മുതൽ അവനുള്ളൂന്ന്. ഇതിലപ്പുറമാണ് അവൻ നിന്നെ കുറിച്ച് പറഞ്ഞത്. അതെന്താണെന്ന് പോലും എനിക്ക് നിന്നോട് പറയാൻ കഴിയില്ല. അങ്ങനെയുള്ള അവനെയാണോ നീ ഇത്രയും കാലം സ്നേഹിച്ചത്? പിന്നീട് ശിവയെ കുറിച്ച് കണ്ണൻ പലതും പറഞ്ഞെങ്കിലും അതൊന്നും തന്നെ പാർവണ കേട്ടിരുന്നില്ല. അവളുടെ കയ്യിൽ നിന്നും ഫോൺ പതിയെ താഴേക്ക് വീണു. അവൾ കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഊർന്നിരുന്നു. കാലുകൾക്കിടയിൽ മുഖം വെച്ച് അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. അവളുടെ കരച്ചിലിന്റെ ശബ്ദം കേട്ട് മുറ്റത്തുണ്ടായിരുന്ന അമ്മ പേടിയോടെ അവളുടെ അരികിലേക്ക് വന്നു. കാര്യം എന്താണെന്ന് എത്ര അന്വേഷിച്ചിട്ടും അവൾ ഒന്നും മിണ്ടാതെ കരയുക മാത്രമാണ് ചെയ്തത്. അവസാനം പേടിച്ച് അമ്മ അച്ഛനെ വിളിച്ചു പറഞ്ഞു. കുറച്ചു കഴിഞ്ഞതും അച്ഛൻ വീട്ടിലേക്ക് എത്തി. അവൾ പതിയെ അവളുടെ അരികിൽ വന്നിരുന്നു. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. അച്ഛനെല്ലാം അറിയാം. അച്ഛൻ്റെ കുഞ്ഞ് സങ്കടപ്പെടണ്ട. നമ്മുടെ കണ്ണൻ നല്ലവനാ. അവൻ മോളെ പൊന്നുപോലെ നോക്കും. അതെനിക്ക് ഉറപ്പുണ്ട്. ഇനി എൻ്റെ കുഞ്ഞായിട്ട് ഒരു എതിർപ്പ് പറയരുത്. അച്ഛൻ്റെ ഒരു അപേക്ഷയാണിത്. അത് പറഞ്ഞ അച്ഛൻ പുറത്തേക്ക് പോയി. പാറോണ കുറച്ചു നേരം അങ്ങനെ തന്നെ ഇരുന്നു. ആരുടെയോ കണുത്ത കരസ്പർശം തോളിൽ അനുഭവപ്പെട്ടപ്പോഴാണ് അവൾ മുഖം ഉയർത്തി നോക്കിയത്. മുമ്പിലിരിക്കുന്ന കണ്ണനെ അവൾ നിർവികാരമായി നോക്കി. കണ്ണ, ശിവ, എന്തിനാ? പാറോണ പറഞ്ഞത് മുഴുവനാക്കാൻ കഴിയാതെ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. നിനക്ക് അറിയില്ല തുമ്പി, നീ ഇങ്ങനെ കരയാനൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ സ്നേഹത്തിൻ്റെ വില അവൻ അറിയില്ല. അറിയാത്തവർക്ക് വേണ്ടി നീ വെറുതെ എന്തിനാ കരയണേ? നിനക്ക് വേണ്ടി ഇത്ര കാലമെങ്കിലും ഞാൻ കാത്തിരിക്കാം. എനിക്കതിനൊരു മടിയില്ല. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും എൻ്റെ സ്നേഹം നീ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ നിന്റെ കാല് പിടിച്ച് അപേക്ഷിക്കാം. കണ്ണൻ അവളുടെ കാല് പിടിച്ചുകൊണ്ട് പറഞ്ഞതും പാറോണ പെട്ടെന്ന് തൻ്റെ കാലുകൾ പിറകിലേക്ക് വലിച്ചു. എനിക്കിപ്പത്തി ശിവയോട് തീരാത്ത ദേഷ്യമുണ്ട്. എന്ന് വെച്ചിട്ട് അവനെ കണ്ട സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ എനിക്ക് കഴിയില്ല. അതും എൻ്റെ ഫ്രണ്ടിനെ പോലെ, അല്ലെങ്കിൽ ഒരു നല്ലൊരു സഹോദരനെ പോലെ കണ്ട നിന്നെ എനിക്ക് ഒട്ടും സങ്കല്പിക്കാൻ കഴിയില്ല. പാറോണ അവനോട് അപേക്ഷാപൂർവം പറഞ്ഞു. അത് കേട്ടാണ് മുറിയിലേക്ക് അച്ഛൻ വന്നത്. അച്ഛൻ്റെ മുഖം ദേഷ്യത്താൽ വിയർക്കുന്നത് അവളും പേടിയോടെയാണ് കണ്ടത്. നീ എന്തിനാ മോളെ ഇവളോട് ഇങ്ങനെ കാല് പിടിക്കാൻ നിൽക്കണേ? ഇവൾ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമായിരിക്കും. അത് അച്ഛൻ്റെ ഉറപ്പാണ്. ഇനി എൻ്റെ വാക്ക് ധിക്കരിക്കാനാണ് ഇവളുടെ ഭാവമെങ്കിൽ അത് കാണാൻ ഈ ലോകത്ത് ഞാൻ ഉണ്ടാവില്ല. ഞാൻ വെറുതെ പറയുന്നതല്ല തുമ്പി, എന്നെ കുറിച്ച് നിനക്കറിയാലോ. അച്ഛൻ താക്കീതോടെ പറഞ്ഞ് കണ്ണനെ വിളിച്ച് പുറത്തേക്ക് പോയി. തുമ്പി ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ തന്നെ നിന്നു. കണ്ണനും അച്ഛനും ഓരോന്ന് സംസാരിച്ച് മുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. എൻഗേജ്മെന്റിനെ കുറിച്ചാണ് പ്രധാനമായി അവർ സംസാരിക്കുന്നത്. അപ്പോഴാണ് അവരുടെ അരികിലേക്ക് പാർവണ വന്നത്.
എനിക്ക് സമ്മതാണ്. ഹാറൂൺ അച്ഛനെ നോക്കി പറഞ്ഞ് തിരിച്ചു നടന്നു. മുറിയിലേക്ക് തന്നെ പോയി. കണ്ണനെ അബദ്ധവശാൽ പോലും നോക്കാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചിരുന്നു. എന്തോ വല്ലാത്ത സന്തോഷം കണ്ണന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. ദേഷ്യത്തോടെയാണെങ്കിൽ അവൾ സമ്മതിച്ചല്ലോ. ആ സന്തോഷം തന്നെയായിരുന്നു അവന്റെ അച്ഛന്റെ മനസ്സിലും. കുറേ മിസ്റ്റേക്ക് ഉണ്ടാവും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വായിക്കണം കേട്ടോ. 2-3 പാർട്ടുകൾ തുടർച്ചയായിട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ നാക്കുളുക്കണതാണ്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. പിന്നെ കമൻ്റ് ഇടാൻ മറക്കരുത്. എന്നാൽ ശരി, നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.